ഒരു കാലത്ത് ബാർസയുടെ ഏറ്റവും വലിയ അഹങ്കാരമായിരുന്നു ബാർസയുടെ മധ്യനിര എന്നത്. കാരണം സാവിക്കും ബുസ്കറ്റ്സിനും കൂടെ മധ്യനിരയിൽ ചിരട് വലിക്കാൻ ഒരു മുതൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആന്ദ്രേ ഇനിയസ്റ്റ എന്ന ആ മിഡ്ഫീൽഡ് മജീഷ്യനെ കുറിച്ചാണ്. ഒരുപക്ഷെ ഗോളുകളുടെയോ അസിസ്റ്റുകളുടെയോ പട്ടികയിൽ അയാളെ നിങ്ങൾ കണ്ടെന്ന് വരില്ല. എന്നാൽ നിങ്ങൾ കളി വീക്ഷിക്കുകയാണെങ്കിൽ 90 മിനിറ്റും ഓടി നടന്നുകൊണ്ട് മുന്നേറ്റത്തിലേക്ക് പന്ത് എത്തിച്ചും ഓപ്പണന്റ് പ്ലേയേഴ്സിൽ നിന്ന് പന്ത് റാഞ്ചിയെടുത്തും ഗ്രൗണ്ട് മൊത്തത്തിൽ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതാണ് ആന്ദ്രേ ഇനിയസ്റ്റ എന്നത്. ഒടുവിൽ തൻ്റെ സിംഹഭാഗവും തൻ്റെ പ്രിയപ്പെട്ട ക്ലബിന് വേണ്ടി സമ്മാനിച്ച് ആന്ദ്രേ ഇനിയസ്റ്റ ക്യാമ്പ് നൗവിൻ്റെ വെള്ളവരക്കപ്പുറത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ പലരും ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇനി ആന്ദ്രേ ഇനിയസ്റ്റ എന്ന ഇതിഹാസത്തിന് പകരം മറ്റൊരു താരത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2020 ലാസ് പാൾമസിൽ നിന്നും പെഡ്രി ഗോൺസാലസ് എന്ന 17കാരനെ 5 മില്യൺ മുടക്കി ബാർസ അവരുടെ തട്ടകത്തിലെത്തിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന് ഇന്നിൻ്റെ കാൽപന്ത് ലോകം സാക്ഷിയാണ്. വെറും 17 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പയ്യൻ ആന്ദ്രേ ഇനിയസ്റ്റ എന്ന ഇതിഹാസത്തിൻ്റെ വിടവ് നികത്താൻ വരുന്നത് പല ആരാധകരും ഒരു സംശയത്തോടെ മാത്രമായിരുന്നു നോക്കിക്കണ്ടത്. അതിന് കാരണം ഇത്രയും ചെറുപ്രായത്തിൽ മിഡ്ഫീൽഡ് ഭരിക്കാൻ ഇവന് കഴിയുമോ എന്ന പലരുടെയും സംശയമായിരുന്നു. എന്നാൽ പെഡ്രി ഗോൺസാലസ് എന്ന താരം നമ്മൾ കേട്ടതിനും മറിഞ്ഞതിനും അപ്പുറമാണ് എന്നത് ഗ്രൗണ്ടിൽ പെഡ്രി കാണിച്ചു തരുന്നുണ്ട്. 2020 മുതൽ ഇന്ന് 2025 വരെയുള്ള ഈ നീണ്ട കാലത്ത് മധ്യനിരയിൽ പെഡ്രി കാണിക്കുന്ന മായാജാലങ്ങൾ നിങ്ങളത് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. തൻ്റെ ടീമിന് വേണ്ടി 90 മിനിറ്റും നിർത്താതെ പ്രവർത്തിക്കുന്ന എഞ്ചിനാണ് പെഡ്രി ഗോൺസാലസ് എന്ന സ്പാനിഷ് വസന്തം. പെഡ്രിയുടെ കളി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാത്തൊരു കാര്യമാണ് ഏത് പൊസിഷനിലാണ് പെഡ്രി കളിക്കുന്നതെന്ന്. അതായത് ഒരു സമയത്ത് നമ്മൾ മിഡ്ഫീൽഡിലാണെങ്കിൽ പെഡ്രിയെ കണ്ടതെങ്കിൽ ഓപ്പണന്റ് പ്ലെയർ പന്തുമായി ബാർസയുടെ ബോക്സിലെത്തിയാൽ അവിടെയും അത് ബ്ലോക്ക് ചെയ്യാൻ പെഡ്രിയെ കാണാൻ സാധിക്കും. ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ മുന്നേറ്റത്തിലും കാണാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് പെഡ്രി ഗോൺസാലസ്. കൂടാതെ പെഡ്രിയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പെഡ്രിയുടെ പാസിങ്ങിൻ്റെ കൃത്യത എന്നത്. അളന്നു മുറിച്ച പാസുകളാണ് പെഡ്രിയുടെ കാലിൽ നിന്ന് വരുന്നത്. അത് കാണാൻ തന്നെ വല്ലാത്തൊരു മൊഞ്ചാണ്. അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്ന പാസുകളൊക്കെ മിസ്സാകുന്നത് വളരെ റയറായിരിക്കും. ലമിൻ യമാലും റാഫിനയും എല്ലാം മുന്നേറ്റത്തിനിടയിൽ ഗോളടിച്ച് കൂട്ടുമ്പോൾ അതിൻ്റെ കണക്ഷൻ വരുന്നത് പെഡ്രിയുടെ കാലിൽ നിന്നാണ്. ചില മത്സരങ്ങളിൽ ഗോളടിച്ച് കൂട്ടുന്നതും അതുപോലെ തന്നെ അസിസ്റ്റ് നൽകുന്നതുമെല്ലാം ലമിൻ യമാലോ റാഫിനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരമായിരിക്കാം. എന്നാൽ കളി കഴിഞ്ഞ് പോകുമ്പോൾ മാൻ ഓഫ് ദി മാച്ച് പട്ടം അത് പെഡ്രിയുടെ കൈകളിലായിരിക്കും. ഒരുപക്ഷെ കളി കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സംശയമായി നിൽക്കുന്നുണ്ടെങ്കിലും പെഡ്രിയുടെ കളി കണ്ടവർ ഹി ഡിസേർവ് ഇറ്റ് എന്ന് മാത്രമേ പറയുകയുള്ളൂ. കാരണം ഗ്രൗണ്ടിലെ അയാളുടെ ഡെഡിക്കേഷൻ കണ്ടവരാരും അതിനെ എതിർത്ത് പറയുകയില്ല. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ കാംനെസ് കീപ്പ് ചെയ്യുന്ന ഒരു താരവും കൂടിയാണ് പെഡ്രി ഗോൺസാലസ്. ഓപ്പണന്റ് പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ പെഡ്രി പരിഗണിക്കുന്നത് നമുക്ക് പെഡ്രിയുടെ കളിയിൽ നിന്ന് കാണാൻ കഴിയും. ബാർസ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പെഡ്രി ഇല്ലാത്തൊരു ലൈനപ്പ് അവർക്ക് സങ്കല്പിക്കാൻ പോലും ഇന്ന് കഴിയാത്തൊരവസ്ഥയാണ്. കാരണം അത്രമാത്രം പെഡ്രി ഗോൺസാലസ് എന്ന താരം ബാർസയുടെ സ്ക്വാഡിലെ പ്രധാനപ്പെട്ട താരമായി മാറിയിരിക്കുന്നതാണ്. മധ്യനിരയിലെ പോട്ടർ എന്നാണ് പെഡ്രിയെ വിശേഷിപ്പിക്കുന്നത്. റയൽ മാഡ്രിഡിനെയും ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ ബെനിഫിക്കയും പരാജയപ്പെടുത്തിയപ്പോഴെല്ലാം പെഡ്രിയുടെ ഹാർഡ് വർക്കിനെ നമ്മൾ എടുത്തു പറയുക തന്നെ വേണം. ആന്ദ്രേ ഇനിയസ്റ്റയ്ക്ക് പകരക്കാരൻ എന്ന രൂപത്തിലായിരുന്നു പെഡ്രി ഗോൺസാലസ് ഗ്രൗണ്ടിലെത്തിയത്. ഇനിയൊരു പക്ഷേ പെഡ്രി ഗോൺസാലസിന് ഒരു പകരക്കാരനെ കിട്ടില്ല എന്ന ചിന്തയിലാണ് ഓരോ ബാർസ ആരാധകരും. ഒന്ന് ഓർത്തു വെക്കുക തന്നെ വേണം. കാരണം വരും കാലത്ത് ഇതിഹാസങ്ങളുടെ പട്ടികയിലേക്ക് ഉയരാൻ പോകുന്ന ഒരു പേര് തന്നെയായിരിക്കും പെഡ്രി ഗോൺസാലസ് എന്നത്.